സ്വയം നിർമ്മിച്ച കൊക്കൂണിനുള്ളിൽ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഒരു ജീവിതകാലത്തിന്റെ പകുതിയിലധികവും ജീവിച്ചു തീർക്കുന്ന പട്ടുനൂൽപ്പുഴു പുറത്തേക്ക് വരുന്നത് വർണ്ണച്ചിറകുകളുള്ള ചന്തമുള്ള ഒരു ചിത്രശലഭമായിട്ടല്ല, പകരം ഇനിയുള്ള എണ്ണപ്പെട്ട ദിനങ്ങൾ രാത്രിയുടെ മറവിൽ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ജീവിച്ചു തീർക്കുന്ന ഒരു നിറം കെട്ട നിശാശലഭമായാണ്. സാംസ എന്ന 13കാരനും അങ്ങനെയാണ്. ആനി കരുതും പോലെ തന്റെ മുലപ്പാലിലൂടെ നിഷാദത്തിന്റെ നീലിമ ഊച്ചു കുടിച്ചു വളർന്ന് മറ്റാരിനാലും തന്റെ അസാന്നിധ്യം പോലും തിരിച്ചറിയപ്പെടാതെ അംഗീകരിക്കപ്പെടാതെ പോയ നിറം കെട്ട കുട്ടിക്കാലമുള്ള ഒരു നിശാശലഭം. അവന് കൂട്ടാവുന്നത് പഴകിയ പുസ്തകത്താളുകളിലെ കാലാതീതമായ കഥാപാത്രങ്ങളാണ്. അവനോട് സംസാരിക്കുന്നത് മരണത്തിനപ്പുറത്തേക്കും പ്രായമാകാത്ത ലോകത്തുനിന്ന് അവന്റെ വെള്ളക്കെട്ടുള്ള തൊടിയിലെ ഏതോ അടരുകളിൽ അവൻ ജനിക്കും മുമ്പേ ഉറക്കമായ നടാഷയാണ്. അതിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുന്ന അവന്റെ കൂട്ടുകാരെല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. സ്റ്റീഫനും മാർക്സാറും ഇരു എന്ന നായയും അതിൽപ്പെടുന്നു. സത്യത്തിൽ അവനെയും അവന്റെ ചുറ്റുമുള്ളവരെയും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചെയ്ത ബിസിനസ്സുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കടക്കണിയിലായ ഒരച്ഛൻ, വിഷാദച്ചായ നെല്ലിക്കുന്ന മുഖമുള്ള ഒരമ്മ, പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തികളുള്ള കടക്കാർ നിരന്തരം കയറിയിറങ്ങുന്ന അവരുടെ നിസ്സഹായതയിൽ ഇരുളടഞ്ഞുപോയ ഒരു വീട്, അവിടെ സ്വയം ഉൾവലിഞ്ഞുപോയ ഒരു കുട്ടി. പുറംകാഴ്ചകൾക്കപ്പുറം അവരുടെ ഉള്ളം പറഞ്ഞ കഥയാണ് പട്ടുനൂൽപ്പുഴു. പ്രതീക്ഷിക്കാൻ ഒന്നും ബാക്കിയില്ലാത്ത അവരുടെ ജീവിതങ്ങൾ പോലെ തന്നെയാണ് ഈ എഴുത്തും. അതേ നനുത്ത സങ്കടം ബാക്കിയാക്കി അതങ്ങ് തീർന്നുപോകൂ.